നൈജീരിയ എന്ന രാജ്യത്ത് ഈ മന്ത്രവാദിനികളുടെ വിച്ചസ് എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ വാർഷിക സമ്മേളനം വെക്കാൻ തീരുമാനിച്ചു. അപ്പം അന്ന് അവിടെ ശക്തനായ ഒരു ദേവദാസൻ ജീവിച്ചിരുന്നു, ബെൻസൺ ഐഡഹോസ എന്ന് പറയും. ബെൻസൺ ഐഡഹോസ ആ രാജ്യത്തിരുന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ പരിപാടി നടത്തിയാലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ സമരം ചെയ്യുന്നല്ല, ആത്മാവി പറഞ്ഞതാ. ഉടനെ ഈ സംഘടന പ്രതികരിച്ചു, നിന്റെ യേശു വിചാരിച്ചാലും ഞങ്ങൾ യോഗം നടത്തുമെന്ന് പറഞ്ഞു. ഉടനെ ബെൻസൺ ഐഡഹോസ കൊടുത്ത മറുപടി, നിന്റെ യോഗം തടസ്സപ്പെടുത്താൻ യേശു വേണ്ട, അതിനാ ഞാനിവിടെ ഇരിക്കുന്നതെന്ന്. സാത്താനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നെ ഇറക്കി വിടാൻ, എൻ്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ അഴിച്ചു കളയാൻ അതിന് ബിനുപാസ്റ്ററുടെ ഒന്നും ആവശ്യമില്ല. അതിനെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. എന്നെ ബിനുപാസ്റ്റർക്ക് വേറെ പരിപാടിയുണ്ട്. എതിർത്തു നിൽപ്പീൻ, പേടിക്കരുത്. നിന്റെ വീടിനകത്ത് നീ ഒരു വിടുതലിന്റെ ഉപാധിയായി എഴുന്നേൽക്കാൻ പോകുകയാണ്. സാത്താൻ നിങ്ങളെ വരട്ടുമ്പോൾ നിങ്ങൾ വരണ്ടു പോകരുത്. സാത്താൻ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ അവൻ തളർത്തിക്കളയുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്. നിന്നെ കൊണ്ട് കഴിയുമെന്നവൻ അറിയാം, നീ പുറത്തു വരുമെന്നവൻ അറിയാം. വിടുതലിന്റെ വക്കത്തെത്തുമ്പോൾ പലരുടെയും ഹൃദയം സാത്താൻ തളർത്തി കളഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് ആരാധനയ്ക്ക് വരാൻ താല്പര്യമില്ല. കാരണം എവിടെയോ അവർ തളർന്നു പോയി. നിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇത്ര വലിയ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം.